നമസ്കാരം. വാർത്തകൾ വേഗത്തിൽ. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ആദ്യം. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിനെതിരെ ഹൈക്കോടതി. സാധാരണക്കാരെ പിഴിഞ്ഞാണ് ശമ്പള പരിഷ്കരണം. 4.5 വർഷം കൂടുമ്പോൾ ശമ്പളം പരിഷ്കരിക്കുന്നു. വേണ്ടിവന്നാൽ ഇടപെടുമെന്നും കോടതി മുന്നറിയിപ്പ്. കൂടുതൽ വിവരങ്ങളുമായി സിജോ വി ജോൺ ചേരുന്നു കൊച്ചിയിൽ നിന്നും. സിജോ, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഭൂമിയുടെ ന്യായവില സംബന്ധിച്ച ഹൈക്കോടതിയിൽ വന്ന ഒരു ഹർജി പരിഗണിക്കുകയാണ്. ശമ്പള വർധനവിനെ സംബന്ധിച്ച രൂക്ഷമായ വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നിൽക്കുമ്പോൾ എന്തിനാണ് ഇത്തരത്തിൽ ശമ്പളം പരിഷ്കരിക്കുന്ന കാര്യമാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. സാധാരണക്കാരെ പിഴിഞ്ഞ് സർക്കാർ ശമ്പള പരിഷ്കരണം നടപ്പാക്കുന്നത് എന്തിനാണെന്നുള്ള കാര്യമാണ് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ചോദിച്ചിരിക്കുന്നത്. സാഹചര്യം മനസ്സിലാക്കി വേണം സർക്കാർ ഇക്കാര്യത്തിൽ നിലപാടെടുക്കാൻ വേണ്ടിയിട്ടും എന്ന് കോടതി പറയുന്നുണ്ട്. ഓരോ 4.5 വർഷം ചെല്ലുമ്പോഴും സർക്കാർ ഇത്തരത്തിൽ ശമ്പള പരിഷ്കരണം നടത്തുന്നു. ഇത് വോട്ട് ബാങ്ക് വേണോ അല്ലെങ്കിൽ വോട്ട് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നടപടികൾ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ശമ്പള പരിഷ്കരണത്തിൽ വേണമെങ്കിൽ കോടതി ഇടപെടും എന്നുള്ളൊരു മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ശമ്പള പരിഷ്കരണത്തിനെതിരെ ഹൈക്കോടതി. സിജോ വി ജോണാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും. മറ്റൊരു വാർത്തയിലേക്ക്. പാലത്തായി കേസിൽ പുതിയ അന്വേഷണ സംഘം വേണമെന്ന് ഹൈക്കോടതി. IG റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം രൂപീകരിക്കാൻ നിർദ്ദേശം. 2 ആഴ്ചയ്ക്കകം സംഘത്തെ നിയമിക്കണം. പീഡനത്തിനിരയായ കുട്ടിയുടെ അമ്മയുടെ ഹർജിയിലാണ് ഉത്തരവ്. കൂടുതൽ വിവരങ്ങൾ CN പ്രകാശ് നൽകും. പ്രകാശ്, വിശദാംശങ്ങൾ. പാലത്തായി പീഡനക്കേസിൽ ഇരയുടെ അമ്മയാണ് ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. നേരത്തെ പ്രതി പത്മരാജന് വിചാരണ കോടതി ജാമ്യം നൽകിയതിനെതിരെ ഇരയുടെ അമ്മ ഹൈക്കോടതി സമീപിച്ചിരുന്നു. എന്നാൽ ആ ഹർജി തള്ളുകയാണ് ഉണ്ടായത്. തുടർന്നാണ് പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിക്കണമെന്നാവശ്യപ്പെട്ട് വീണ്ടും മാതാവ് ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ ഹർജിയിലാണ് പുതിയ അന്വേഷണ സംഘത്തെ 2 ആഴ്ചയ്ക്കകം നിയമിക്കണമെന്ന് സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. IG റാങ്കുള്ള ഉദ്യോഗസ്ഥന് വേണം ഇതിന്റെ അന്വേഷണ ചുമതല നൽകാനെന്നും നിലവിലെ അന്വേഷണ സംഘത്തിലെ ആരെയും തന്നെ ഈ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തരുതെന്നും ഹൈക്കോടതി ഈ ഉത്തരവിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. CN പ്രകാശാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലൈഫ് മിഷൻ കേസിൽ CBIക്ക് തിരിച്ചടി. കേസ് വേഗത്തിൽ കേൾക്കണമെന്ന CBIയുടെ ആവശ്യം തള്ളി കോടതി. എതിർ സത്യവാങ്മൂലം നൽകാത്തതിന് CBIക്ക് കോടതിയുടെ വിമർശനം. എതിർ സത്യവാങ്മൂലം നൽകാതെ CBIയുടെ അപേക്ഷ പരിഗണിക്കാനാകില്ലെന്ന് കോടതി. സത്യവാങ്മൂലം നൽകിയ ശേഷം CBIക്ക് പുതിയ അപേക്ഷ നൽകാം. CBI ശ്രമിക്കുന്നത് വാർത്തകൾ സൃഷ്ടിക്കാനെന്ന് സർക്കാർ അഭിഭാഷകൻ. വിശദ പരിശോധനയ്ക്കായി എതിർ സത്യവാങ്മൂലം ഡൽഹിക്ക് അയച്ചിരിക്കുകയാണെന്ന് CBI അഭിഭാഷകൻ. മന്ത്രിമാരായ KT ജലീലും കടകംപള്ളി സുരേന്ദ്രനും UAE കോൺസുലേറ്റിൽ വന്നിട്ടുണ്ടെന്ന് സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സരിത്തിന്റെ മൊഴി. മകന്റെ ജോലിക്കാര്യത്തിനാണ് കടകംപള്ളി വന്നത്. റമദാൻ കിറ്റ് ഏറ്റുവാങ്ങാനാണ് KT ജലീൽ എത്തിയതെന്നും EDക്ക് നൽകിയ മൊഴിയിൽ സരിത്ത്. വൻതോതിൽ ഖുറാൻ വാങ്ങാനും സംഭാവനയ്ക്കുമായി കാന്തപുരം കോൺസുലേറ്റിൽ വന്നിട്ടുണ്ടെന്ന് സരിത്ത്. ശിവശങ്കറിനെ അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിൽ സന്ദർശിച്ചിട്ടുണ്ടെന്നും EDയോട് സരിത്ത്. M ശിവശങ്കറിന് ഇന്നും ആയുർവേദ ചികിത്സ തുടരും. വഞ്ചിയൂരിലെ സ്വകാര്യ ആയുർവേദ ആശുപത്രിയിലാണ് നടുവേദനയ്ക്ക് തുടർ ചികിത്സ. ഇന്നലെ മെഡിക്കൽ കോളേജിൽ നിന്ന് ആംബുലൻസിൽ നേരെ ആയുർവേദ ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു. സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഡിസംബർ ആദ്യവാരം നടത്താൻ ധാരണ. 2 ഘട്ടമായി തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആലോചന. ഡിസംബർ 11-നകം പുതിയ ഭരണസമിതി ചുമതലയേൽക്കുന്ന രീതിയിൽ നടപടിക്രമങ്ങൾ. തദ്ദേശ സ്ഥാപനങ്ങളിൽ ഓഡിറ്റിംഗ് വേണ്ടെന്ന തീരുമാനം അഴിമതി മൂടിവെക്കാനെന്ന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. നിയമവിരുദ്ധ നടപടിയാണ് സർക്കാരിന്റേത്. വലിയ തോതിലുള്ള തീവെട്ടിക്കൊള്ള നടക്കുന്നതായും പ്രതിപക്ഷ നേതാവ്. ഓഡിറ്റ് ഡയറക്ടറെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നും പ്രതിപക്ഷ നേതാവ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപേ ഓഡിറ്റ് വന്നാൽ അഴിമതി ജനങ്ങൾ അറിയും. ഇതുവരെയുള്ള ഓഡിറ്റ് റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നത് തടഞ്ഞു. ലൈഫിന്റെ അടക്കം അഴിമതികൾ പുറത്തുവരുമെന്ന് സർക്കാരിന് പേടിയുണ്ടെന്നും രമേശ് ചെന്നിത്തല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFുമായി ധാരണയിലെത്തിയതായി വെൽഫെയർ പാർട്ടി മത്സരിക്കുന്ന ഇടങ്ങളിൽ UDF പിന്തുണ നൽകും. സംസ്ഥാന തലത്തിൽ ധാരണയായതായി വെൽഫെയർ പാർട്ടി പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം. വെൽഫെയർ പാർട്ടിയുമായി ഇതുവരെ പാർട്ടി തലത്തിൽ ചർച്ച നടത്തിയിട്ടില്ലെന്ന KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. വ്യക്തിപരമായി നടന്ന ചർച്ചകൾ UDF യോഗത്തിലാണ് ഉന്നയിക്കേണ്ടുന്നത്. MM ഹസൻ അടക്കമുള്ള നേതാക്കൾ മതമേലധ്യക്ഷന്മാരുമായി ചർച്ച നടത്തുന്നുണ്ടെന്നും മുല്ലപ്പള്ളി.
വെൽഫെയർ പാർട്ടിയുമായി രാഷ്ട്രീയമായ ധാരണ ഉണ്ടാക്കിയിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. എം ഹസൻ സാമൂഹിക രാഷ്ട്രീയ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ടെന്നും പ്രതിപക്ഷ നേതാവ്. വെൽഫെയർ പാർട്ടിയുമായി പ്രാദേശിക തലത്തിൽ സഖ്യമുണ്ടാകുന്നതിൽ തെറ്റില്ലെന്ന് കെ മുരളീധരൻ എം പി. സംസ്ഥാന തലത്തിൽ സഖ്യകാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ലെന്നും മുരളീധരൻ. UDF വെൽഫെയർ പാർട്ടി സഖ്യം ആത്മഹത്യാപരമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. കോൺഗ്രസ് നേതൃത്വം ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണം. ഒരു ജനാധിപത്യ പാർട്ടി എങ്ങനെയാണ് തീവ്രവാദ പ്രസ്ഥാനവുമായി കൂട്ടുകൂടുന്നത്? ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ നിലപാട് അറിയണമെന്നും MT രമേശ്. ബാർക്കോഴ കേസിൽ വ്യവസായി ബിജു രമേശിന്റെ ആരോപണം അനവസരത്തിലുള്ളതെന്ന മുല്ലപ്പള്ളി. മറ്റാരുടെയോ പ്രേരണയിൽ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് പ്രതികരണമെന്നും KPCC അധ്യക്ഷൻ. 1 കോടി രൂപ നൽകിയെന്ന ബാർ ഉടമ ബിജു രമേശിന്റെ ആരോപണം നിഷേധിച്ച് രമേശ് ചെന്നിത്തല. ബിജു രമേശ് ആരോപിക്കുന്നത് പോലുള്ള സംഭവം ഉണ്ടായിട്ടില്ലെന്നും കോൺഗ്രസ് പാർട്ടിക്ക് അതിന്റെ ആവശ്യമില്ലെന്നും രമേശ് ചെന്നിത്തല. KM ഷാജി MLAക്കെതിരായ വധഭീഷണി അതീവ ഗൌരവമുള്ളതെന്ന് PK കുഞ്ഞാലിക്കുട്ടി MP. 2 സംസ്ഥാനങ്ങളിലായി ഗൂഢാലോചന നടന്നത് വ്യക്തമായ സാഹചര്യത്തിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തണം. രാഷ്ട്രീയമായി എതിർചേരിയിലുള്ളവരെ ഇല്ലാതാക്കാനുള്ള ശ്രമം ജനാധിപത്യത്തിന് തന്നെ ഭീഷണിയാണെന്നും കുഞ്ഞാലിക്കുട്ടി. ലൈഫ് മിഷൻ അഴിമതിയിൽ സംസ്ഥാന സർക്കാർ നടത്തുന്ന എല്ലാ പ്രതിരോധങ്ങളെയും അതിജീവിച്ച് സത്യം തെളിയുക തന്നെ ചെയ്യുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ. ലാവലിൻ കേസ് വിചാരണ ചെയ്യാതെ വെറുതെ വിട്ടത് ശരിയാണോ എന്ന് രാഷ്ട്രീയ പ്രേരിതമായ ചോദ്യമല്ല. നിയമവാഴ്ചയെ അട്ടിമറിക്കാൻ എല്ലാ കാലത്തും പിണറായി വിജയൻ ശ്രമിച്ചിട്ടുണ്ടെന്നും സുരേന്ദ്രൻ. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവുകൾ സ്ഥിരീകരിച്ച് ഡോക്ടറും രംഗത്ത്. വെന്റിലേഷൻ ട്യൂബ് ഘടിപ്പിക്കാത്ത സംഭവങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ടെന്ന് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ നജ്മ ന്യൂസ് 18നോട്. നഴ്സിംഗ് ഓഫീസറുടെ മാത്രം കുറ്റമായി ഇതിനെ ചിത്രീകരിക്കരുതെന്നും ഡോക്ടർ നജ്മ. സർക്കാർ ആശുപത്രികളുടെ തീവ്രപരിചരണ വിഭാഗത്തെക്കുറിച്ച് തെറ്റായ പ്രചരണം നടക്കുന്നതായി മന്ത്രി KK ശൈലജ. വീഴ്ചയുണ്ടെങ്കിൽ തിരുത്താൻ തയ്യാർ. സർക്കാരിന്റെ ഭാഗമായി ചില ആളുകൾ തന്നെ വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്നും ആരോഗ്യമന്ത്രി. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവ് ഗുരുതരമായ വീഴ്ചയാണെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. സംഭവത്തിൽ അന്വേഷണം നടത്തണമെന്നും ആവശ്യം. കോവിഡ് ഇതര രോഗികളുടെ മരണം സർക്കാർ മറച്ചുവെക്കുന്നതായും മുല്ലപ്പള്ളി. നടൻ പൃഥ്വിരാജിന് കോവിഡ് സ്ഥിരീകരിച്ചു. ജനഗണമനയുടെ ഷൂട്ടിംഗിനിടെയാണ് രോഗം സ്ഥിരീകരിച്ചത്. ചിത്രത്തിന്റെ സംവിധായകനും കോവിഡ്. പൃഥ്വിരാജ് കൊച്ചിയിലെ വീട്ടിൽ ക്വാറന്റീനിൽ. വാളയാർ മദ്യദുരന്തത്തിൽ മരിച്ച 5 പേരിൽ 3 പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. ചെല്ലങ്കാവ് ആദിവാസി കോളനിയിലെ ശിവൻ, രാമൻ, അയ്യപ്പൻ എന്നിവരുടെ പോസ്റ്റ്മോർട്ടമാണ് പൂർത്തിയായത്. ഇവരുടെ മൃതദേഹം കോളനിയിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം സംസ്കരിച്ചു. മൂർത്തി, അരുൺ എന്നിവരുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് തന്നെ നടക്കും. വാളയാറിലെ മരണം വിഷമദ്യം ഉള്ളിൽ ചെന്നാണ് എന്ന പ്രാഥമിക നിഗമനം. മരിച്ചത് വാളയാർ ചെല്ലങ്കാവ് സ്വദേശികളായ ശിവൻ, രാമൻ, മൂർത്തി, അയ്യപ്പൻ, അരുൺ എന്നിവർ. ആശുപത്രിയിലുള്ളത് 9 പേർ. ഒരാളുടെ നില ഗുരുതരം. കർഷകർക്ക് തുണയായി ന്യൂസ് 18 വാർത്ത. കേരളത്തിലെ വയലുകളിൽ ഇനി കൊയ്ത നെല്ല് കെട്ടിക്കിടക്കില്ല. പാലക്കാടൻ വയലുകളിൽ നെല്ല് സംഭരണം തുടങ്ങി. കൂടുതൽ സഹകരണ സംഘങ്ങൾ കരാറിൽ ഒപ്പുവെക്കും. സഹകരണ സംഘങ്ങൾ സപ്ലൈകോയുമായി കരാർ ഒപ്പിട്ടത് ന്യൂസ് 18 വാർത്തയെ തുടർന്ന്. പാലാരിവട്ടം പാലം പണിത RDS കമ്പനിയെ മറ്റെല്ലാ ജോലികളിൽ നിന്നും വിലക്കാൻ പറ്റില്ലെന്ന് മന്ത്രി G സുധാകരൻ. ഒരു കുറ്റം ചെയ്തതിന്റെ പേരിൽ എല്ലാം കുറ്റമെന്ന് ആരോപിക്കാൻ പറ്റില്ലെന്ന് മന്ത്രി. RDS മറ്റു പല വർക്കും മികച്ച രീതിയിൽ ചെയ്യുന്നുവെന്നും മന്ത്രി G സുധാകരൻ. വസ്തുതകൾ അറിയാതെ വിമർശനങ്ങൾ പാടില്ല. നാഷണൽ ലൈസൻസ് സംസ്ഥാന സർക്കാരിന് റദ്ദാക്കാൻ പറ്റില്ലെന്നും G സുധാകരൻ. മന്ത്രിയുടെ പ്രതികരണം. തിരുവനന്തപുരം പാളയം മാർക്കറ്റ് നവീകരണ കരാർ RDSന് നൽകിയതിന് പിന്നാലെ. കേന്ദ്ര ഏജൻസികൾ കേരളത്തിലും കേരളത്തിന് പുറത്തും നടത്തുന്ന അന്വേഷണങ്ങളിൽ രാഹുൽ ഗാന്ധിക്ക് വ്യത്യസ്ത അഭിപ്രായം. CBI, ED തുടങ്ങിയ അന്വേഷണ ഏജൻസികളെ കേന്ദ്രം രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നുവെന്ന് രാഹുൽ. സമ്മർദ്ദം ചെലുത്താനും ഭീഷണിപ്പെടുത്താനും അന്വേഷണ ഏജൻസികളെ ഉപയോഗിക്കുന്നുവെന്നും രാഹുൽ. പ്രതികരണം. ഫാറൂഖ് അബ്ദുള്ളക്കെതിരായ കേസിനെക്കുറിച്ച്. തനിക്കെതിരെയും ഇത്തരത്തിൽ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്നുണ്ടെന്നും രാഹുൽ. കേന്ദ്ര ഏജൻസികൾ കേരളത്തിൽ നടത്തുന്ന അന്വേഷണങ്ങളിൽ രാഹുൽ ഗാന്ധിക്ക് അനുകൂല അഭിപ്രായം. സ്വർണ്ണക്കടത്ത് കേസിൽ അന്വേഷണം നടക്കട്ടെയെന്നും സത്യം പുറത്തുവരട്ടെയെന്നും രാഹുൽ ഗാന്ധി. വയനാട് കളക്ടറേറ്റിലെ അവലോകന യോഗത്തിൽ പങ്കെടുത്ത രാഹുൽ ഗാന്ധി MP. കോവിഡ് അവലോകനത്തിന് പുറമെ കേന്ദ്ര പദ്ധതികളും വിലയിരുത്തി രാഹുൽ.
കേരളത്തിന്റെ കോവിഡ് പ്രതിരോധത്തിൽ പാളിച്ചയുണ്ടായെന്ന കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധന്റെ വിമർശനം നിർഭാഗ്യകരമെന്ന് രാഹുൽ ഗാന്ധി. ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ട സമയമാണിത്. വയനാട്ടിലെ കോവിഡ് പ്രതിരോധം തൃപ്തികരമാണെന്നും രാഹുൽ. കൽപ്പറ്റ എംഎൽഎ സി.കെ. ശശീന്ദ്രൻ രാഷ്ട്രീയം കളിക്കുകയാണെന്ന് വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ.പി. നസീമ. രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന യോഗത്തിൽ നിന്ന് തന്നെ മനഃപൂർവ്വം ഒഴിവാക്കി. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഉത്തരവ് വന്നതിന് പിന്നിൽ മറ്റൊന്നുമില്ലെന്നും നസീമ. തനിക്കെതിരെയുള്ള ആരോപണം അടിസ്ഥാനരഹിതമെന്ന കൽപ്പറ്റ എംഎൽഎ സി.കെ. ശശീന്ദ്രൻ വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ പങ്കെടുപ്പിക്കാത്തതിനെക്കുറിച്ച് അറിയില്ല. എംഎൽഎമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെ യോഗത്തിൽ ക്ഷണിച്ചിട്ടില്ലെന്നും ശശീന്ദ്രൻ. പ്രായപൂർത്തിയാകുന്നതിന് മുൻപ് അഭിനയിച്ച സിനിമയിലെ രംഗം അശ്ലീലമായി ചിത്രീകരിച്ച് പ്രചരിപ്പിക്കുന്നതിനെതിരെ നിയമ വിദ്യാർത്ഥിനി. ഫോർ സെയിൽ എന്ന സിനിമയിൽ അഭിനയിച്ച സോന എം എബ്രഹാമാണ് പരാതിക്കാരി. പരാതി നൽകി 5 വർഷമായിട്ടും നടപടി ഉണ്ടായിട്ടില്ല എന്ന് സോന. 14-ാം വയസ്സിൽ അഭിനയിച്ച സിനിമയിലെ രംഗം മോശമായ രീതിയിൽ പോൺ സൈറ്റുകളിലും യൂട്യൂബിലും പ്രത്യക്ഷപ്പെട്ടു. ഇത് നീക്കണമെന്നാവശ്യപ്പെട്ട് നിയമസ്ഥാപനങ്ങളെ സമീപിച്ചുവെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല എന്ന് സോന. സൈബർ സെല്ലിലും ഡിജിപിക്കും വരെ പരാതി നൽകി. ഹൈക്കോടതിയിൽ ഇപ്പോഴും ഒരു ഹർജി നിലവിലുണ്ടെന്നും സോന എബ്രഹാം. സുഹൃത്തുക്കളും ബന്ധുക്കളും മറ്റും സംശയത്തോടെയാണ് നോക്കിയിരുന്നതെന്നും സോന. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന അവസ്ഥ വരെ എത്തി. ചിത്രത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഏതാനും പേർക്ക് മാത്രം ലഭ്യമായിരുന്ന ദൃശ്യങ്ങൾ എങ്ങനെ പ്രചരിപ്പിക്കപ്പെട്ടു എന്നത് പോലീസിന് കണ്ടെത്താനായിട്ടില്ല എന്നും സോന. നടി സോന എബ്രഹാമിന്റെ വെളിപ്പെടുത്തലിൽ ഇടപെട്ട സംസ്ഥാന വനിതാ കമ്മീഷൻ 5 വർഷം മുൻപ് ലഭിച്ച പരാതിയിൽ പോലീസ് എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ല എന്ന് അന്വേഷിക്കുമെന്ന് കമ്മീഷൻ അംഗം ഷാഹിദ കമാൽ. പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെടും. കമ്മീഷൻ കേസെടുക്കുമെന്നും പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്താൻ കഴിയുമോ എന്ന് പരിശോധിക്കുമെന്നും ഷാഹിദ കമാൽ. ട്രാൻസ്ജെൻഡർ സജന ഷാജി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. അമിതമായി ഉറക്ക ഗുളിക കഴിച്ച നിലയിൽ കണ്ടെത്തിയ സജനയെ സുഹൃത്തുക്കൾ എറണാകുളം ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ആത്മഹത്യാ ശ്രമം സമൂഹമാധ്യമങ്ങൾ വഴി കഴിഞ്ഞ ദിവസങ്ങളിൽ അധിക്ഷേപമുണ്ടായതിന് പിന്നാലെ. താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ സജന ഷാജി തന്റെ വോയിസ് ക്ലിപ്പ് എഡിറ്റ് ചെയ്ത ചിലർ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നു. സമൂഹം തന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്നും സജന. 800 സിനിമയിൽ തുടർന്നാൽ നടൻ വിജയ് സേതുപതിയുടെ മകളെ ബലാത്സംഗം ചെയ്യുമെന്ന് ഭീഷണി. ഋത്വിക് എന്ന പേരിലുള്ള അക്കൌണ്ടിൽ നിന്നുമാണ് ഭീഷണി സന്ദേശം വന്നത്. ശ്രീലങ്കയിലെ തമിഴ് വംശജർ അനുഭവിക്കുന്ന ദുരിതം വിജയ് സേതുപതി മനസ്സിലാക്കാൻ അദ്ദേഹത്തിന്റെ മകളെ ബലാത്സംഗം ചെയ്യണം എന്നതായിരുന്നു കമന്റ്. വിജയ് സേതുപതിയുടെ പരാതിയിൽ കേസെടുത്ത ചെന്നൈ പോലീസ്. വനിതാ നേതാവിനെതിരെ നടത്തിയ പരാമർശത്തിൽ ക്ഷമ ചോദിച്ച മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രി കമൽനാഥ്. ഖേദപ്രകടനം. കമൽനാഥിന്റെ പരാമർശം വിവാദമാവുകയും ഉപതെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുകയും ചെയ്തതിന് പിന്നാലെ വനിതാ ശിശുക്ഷേമ മന്ത്രി ഇമർത്തി ദേവിക്കെതിരെയായിരുന്നു മോശം പരാമർശം. വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ അപകടമരണം അന്വേഷിക്കുന്ന സിബിഐ സംഘം കൂടുതൽ പേരുടെ മൊഴിയെടുക്കുന്നു. സംഗീതജ്ഞൻ ഇഷാൻ ദേവ് ഉൾപ്പെടെ 10 പേരുടെ മൊഴിയാണ് ഇന്ന് രേഖപ്പെടുത്തുക. ബാലഭാസ്കറിന്റെ സംഗീത ഗ്രൂപ്പായ ബിഗ് ബാൻഡ് സംഘത്തിലുള്ളവരുടെയും മൊഴി സിബിഐ രേഖപ്പെടുത്തും. മൊഴിയെടുക്കൽ പുരോഗമിക്കുന്നത് തിരുവനന്തപുരം പൂന്തുറ സിബിഐ ഓഫീസിൽ. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളായ പ്രകാശ് തമ്പി, വിഷ്ണു സോമസുന്ദരം എന്നിവരുമായുള്ള ബാലഭാസ്കറിന്റെ സാമ്പത്തിക ഇടപാടുകൾ അടക്കമുള്ള കാര്യങ്ങളാകും സിബിഐ അന്വേഷണ സംഘം ചോദിച്ചറിയുക. തൃശൂർ അന്തിക്കാട് നിധിൽ കൊലക്കേസിൽ 2 പേർ കൂടി പിടിയിൽ. കസ്റ്റഡിയിലായത് പലിശ രാജാവ് എന്ന് വിളിക്കുന്ന സ്മിത്ത്, ഇയാളുടെ സഹായി വിജിൽ എന്നിവർ. ഗൂഢാലോചന നടത്തിയത് സ്മിത്ത് എന്ന് പോലീസ്. പ്രതികൾ പിടിയിലായത് ഗോവയിൽ വെച്ച്. പയ്യന്നൂരിൽ ഉപേക്ഷിച്ച നിലയിൽ ബോംബ് കണ്ടെത്തി. പയ്യന്നൂർ പടോളി വയലിന് സമീപം റോഡരികിലാണ് ഉപേക്ഷിച്ച നിലയിൽ സ്റ്റീൽ ബോംബ് കണ്ടെത്തിയത്. പ്രഭാത സവാരിക്കിടെ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പയ്യന്നൂർ പോലീസിൽ വിവരമറിയിച്ചു. പയ്യന്നൂർ ശ്രീ കളറി ഭഗവതി ക്ഷേത്രത്തിലെ ഭണ്ഡാരം പൊളിച്ച് മോഷണം. ശിവക്ഷേത്രത്തിലെ സാക്ഷാൽ ഭണ്ഡാരം തകർക്കുകയും ചെയ്തു. പ്രതിയുടെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്ത്. വിരലടയാള വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രതിയെ തിരിച്ചറിഞ്ഞില്ല. പുന്നപ്ര വയലാർ സമരത്തിന്റെ 74-ാം വാരാചരണത്തിന് തുടക്കം. ഇത്തവണത്തെ പരിപാടികൾ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച്. ഇതിന്റെ ഭാഗമായി വൈകിട്ടത്തെ പൊതുസമ്മേളനങ്ങൾ ഒഴിവാക്കി. വീടുകളിൽ ഉൾപ്പെടെ 100 കണക്കിന് കേന്ദ്രങ്ങളിൽ പതാക ഉയർത്തി. പുന്നപ്ര വയലാർ വാരാചരണത്തിന്റെ സമാപന ദിനത്തിൽ റാലിയില്ല. പുന്നപ്രയിൽ നിന്ന് വയലാറിലേക്ക് ദീപശിഖായ് പ്രയാണം.
ഓരോ കേന്ദ്രങ്ങളിലും 5 പ്രവർത്തകരുടെ ചെറുകൂട്ടങ്ങൾ ചേർന്ന് സ്വീകരണം നൽകും. വയലാറിൽ നടക്കാറുള്ള പൊതുസമ്മേളനത്തിന് പകരം ഓൺലൈനിലൂടെ ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും നേതാക്കൾ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് ഇന്ന് 97 വയസ്സ്. 7 പതിറ്റാണ്ടിലെ സംസ്ഥാനത്തെ കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റങ്ങളിൽ നിറസാന്നിധ്യം. 1923 ഒക്ടോബർ 20-നാണ് വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദന്റെ ജനനം. കാലിക്കറ്റ് സർവകലാശാല ഡിഗ്രി PG പരീക്ഷകൾ ഈ മാസം 22-ന് തുടങ്ങാൻ തീരുമാനിച്ചതിനെതിരെ വിദ്യാർത്ഥികൾ. ക്വാറന്റീനിലുള്ളവരും കണ്ടെയ്ൻമെന്റ് സോണിലുള്ളവരും ഉൾപ്പെടെ നിരവധി പേർക്ക് പരീക്ഷ എഴുതാൻ കഴിയില്ല. ബസ് സർവീസ് നാമമാത്രമേ ഉള്ളൂ എന്നിരിക്കെ യഥാസമയം പരീക്ഷാ കേന്ദ്രത്തിലെത്താൻ ബുദ്ധിമുട്ടാണെന്നും വിദ്യാർത്ഥികൾ. വിപ്പ് ലംഘനത്തെക്കുറിച്ചുള്ള സ്പീക്കറുടെ കത്ത് കിട്ടിയിട്ടില്ലെന്ന റോഷി അഗസ്റ്റിൻ MLA. കത്ത് കിട്ടിയാൽ വിശദീകരണം നൽകും. താനാണ് കേരള കോൺഗ്രസ് വിപ്പ്. നിയമസഭാ രേഖകളിലും അത് വ്യക്തം. അതുകൊണ്ട് ആശങ്കകളില്ലെന്നും റോഷി അഗസ്റ്റിൻ. ജോസ് കെ മാണിയുടെ മുന്നണി പ്രവേശനത്തിൽ CPI നിലപാട് പ്രഖ്യാപനം നാളെ. ജോസ് പക്ഷത്തെ ഘടകകക്ഷിയാക്കുന്ന കാര്യത്തിൽ അടക്കം പാർട്ടി എക്സിക്യൂട്ടീവ് ചർച്ച ചെയ്യും. മുന്നണിയിൽ വരാൻ താൽപര്യം പ്രകടിപ്പിച്ച ഉടൻ ഘടകകക്ഷിയാക്കുന്നതിൽ പാർട്ടി നേതാക്കളിൽ പലർക്കും വിയോജിപ്പ്. കാഞ്ഞിരപ്പള്ളി അടക്കമുള്ള സീറ്റുകളുടെ കാര്യത്തിൽ എക്സിക്യൂട്ടീവിൽ പ്രാഥമിക ചർച്ചകൾ ഉണ്ടാകും. വകുപ്പ് സെക്രട്ടറിമാരുടെ അധികാര പരിധി വർദ്ധിപ്പിക്കാനുള്ള റൂൾസ് ഓഫ് ബിസിനസിലെ ശുപാർശയ്ക്കെതിരെ വിമർശനങ്ങൾ ഉയരും. ഒരു കാരണവശാലും ഈ ഭേദഗതി അംഗീകരിക്കരുത് എന്ന നിലപാടിൽ പാർട്ടി. കൊട്ടിയം റംസി കേസിൽ നടി ലക്ഷ്മി പ്രമോദിന്റെ മുൻകൂർ ജാമ്യം സ്റ്റേ ചെയ്ത ഹൈക്കോടതി. പ്രതികൾക്ക് കോടതി നോട്ടീസ് അയച്ചു. മുൻകൂർ ജാമ്യം മരവിപ്പിച്ച സാഹചര്യത്തിൽ നടിയെ ചോദ്യം ചെയ്യാനൊരുങ്ങി ക്രൈംബ്രാഞ്ച്. തൃശൂരിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ആശങ്കയെന്ന KGMOയെ. ആശുപത്രികളെ തരംതിരിക്കുന്നതിലുള്ള അശാസ്ത്രീയത മൂലം ക്യാൻസർ അടക്കം ഗുരുതര രോഗം ഉള്ളവർക്ക് ചികിത്സാ സൗകര്യങ്ങൾ കുറയുന്നുവെന്ന ആരോപണം. എറണാകുളം ജില്ലയിൽ കോവിഡ് രോഗികളുടെ എണ്ണം 11,473. ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത് 598 പേർക്ക്. ഇതിൽ സമ്പർക്കം വഴി രോഗം സ്ഥിരീകരിച്ചവർ 398. പശ്ചിമ കൊച്ചി മേഖലയിൽ രോഗവ്യാപനം രൂക്ഷം. പോലീസുകാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും രോഗം പടരുന്നു. ആവശ്യമെങ്കിൽ ജില്ലയിൽ കൂടുതൽ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾ തുറക്കുമെന്ന് ജില്ലാ ഭരണകൂടം. തിരുവനന്തപുരത്ത് കോവിഡ് വ്യാപനം കുറയുന്നു. കഴിഞ്ഞ 10 ദിവസമായി പ്രതിദിന രോഗികളുടെ എണ്ണം 1000-ൽ താഴെ. 79% പേർക്കും രോഗം ഭേദമായി. സംസ്ഥാനത്ത് തന്നെ രോഗമുക്തി നിരക്ക് ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ ജില്ല തിരുവനന്തപുരം. 1-ാം സ്ഥാനത്ത് വയനാട്. പരിശോധനകളുടെ എണ്ണത്തിലും സംസ്ഥാന ശരാശരിയേക്കാൾ മുന്നിൽ തിരുവനന്തപുരം. എന്നാൽ മരണനിരക്കിൽ മാറ്റം വന്നിട്ടില്ല. ആകെ കോവിഡ് മരണത്തിൽ 30% തിരുവനന്തപുരം ജില്ലയിൽ. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ തിരുവനന്തപുരം ജില്ലയിൽ കോവിഡ് സ്ഥിരീകരിച്ചത് 5591 പേർക്ക്. ഈ ദിവസങ്ങളിൽ രോഗം ഭേദമായവരുടെ എണ്ണം 7341. ജില്ലയിലെ ആകെ രോഗമുക്തി നിരക്ക് 79%. തിരുവനന്തപുരം ജില്ലയിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ഫലം കാണുന്നതായി ജില്ലാ ഭരണകൂടത്തിന്റെ വിലയിരുത്തൽ. ശക്തമായ ക്വാറന്റീൻ സംവിധാനം ഗുണം ചെയ്തതായി കളക്ടർ നവജോത് ഖോസ. കണ്ടെയ്ൻമെന്റ് സോൺ നിശ്ചയിക്കുന്നതിലെ ശാസ്ത്രീയ രീതിയും നേട്ടമായെന്ന് കളക്ടർ. വരും ദിവസങ്ങളിലും ശക്തമായ നിയന്ത്രണങ്ങൾ തുടരും. രാജ്യത്ത് പ്രതിദിന കോവിഡ് വർധന 50,000-ൽ താഴെ. ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത് 46,790 പേർക്ക്. പ്രതിദിന വർധന 50,000-ൽ താഴെ എത്തുന്നത് മെയ് മാസത്തിന് ശേഷം ആദ്യം. ഇന്നലെ മരണം 587. മഹാരാഷ്ട്രയിൽ പ്രതിദിന വർധന 5,984 കുറഞ്ഞു. 5,022 പേർക്ക് ഇന്നലെ രോഗം സ്ഥിരീകരിച്ച കേരളം പട്ടികയിൽ രണ്ടാമത്. ഞായറാഴ്ച ടെസ്റ്റ് കുറവായത് രോഗികളുടെ എണ്ണം കുറയാൻ കാരണമെന്ന് സൂചന. ഫെബ്രുവരിയോടെ ഇന്ത്യയിലെ 50% ജനങ്ങൾക്കും കോവിഡ് ബാധിച്ചേക്കാമെന്ന കേന്ദ്ര സമിതി. ഇത് കോവിഡ് വ്യാപനം മന്ദഗതിയിലാക്കുന്നതിന് സഹായിക്കും. രാജ്യത്ത് ഇതുവരെ 30%-ഓളം പേർ രോഗബാധിതരായെന്നും കേന്ദ്ര സർക്കാർ നിയോഗിച്ച പ്രത്യേക സമിതിയുടെ വിലയിരുത്തൽ. രാജ്യത്ത് ഇന്നു മുതൽ 392 സ്പെഷ്യൽ ട്രെയിനുകൾ കൂടി സർവീസ് ആരംഭിച്ചു. നവംബർ 30 വരെയാണ് ഈ ട്രെയിനുകൾ സർവീസ് നടത്തുക. രാജ്യത്തെ കോവിഡ് സാഹചര്യം അവലോകനം ചെയ്ത ശേഷമാണ് റെയിൽവേ തീരുമാനം. ക്വാറന്റീൻ കൃത്യമായി പാലിക്കപ്പെടാത്തതിൽ ലോകാരോഗ്യ സംഘടനയുടെ വിമർശനം. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം കുതിച്ചുയരാൻ കാരണം ക്വാറന്റീൻ കൃത്യമായി പാലിക്കാത്തതാണെന്ന് വിമർശനം. കൂടുതൽ ജാഗ്രത പുലർത്തിയില്ല എങ്കിൽ സ്ഥിതി ഇനിയും വഷളായേക്കുമെന്നും മുന്നറിയിപ്പ്.
ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 4,06,00,000 പിന്നിട്ടു. മരണം 11,22,000-ത്തിലധികം. അമേരിക്കയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം 84,50,000-ത്തിലേക്ക്. മരണം 2,25,000 പിന്നിട്ടു. കാലിഫോർണിയ, ടെക്സസ്, ഫ്ലോറിഡ സംസ്ഥാനങ്ങളിൽ സ്ഥിതി രൂക്ഷം. ന്യൂയോർക്കിലും ജോർജിയയിലും ഇലിനോയിസിലും സ്ഥിതിയിൽ മാറ്റമില്ല. രോഗികളുടെ എണ്ണത്തിൽ മുന്നിലുള്ള ആദ്യ 10 സംസ്ഥാനങ്ങളിൽ 2 ലക്ഷത്തിന് മുകളിൽ വൈറസ് ബാധ. ലോകത്ത് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ 3-ാം സ്ഥാനത്തുള്ള ബ്രസീലിൽ സ്ഥിതി രൂക്ഷമായി തുടരുന്നു. രോഗികളുടെ എണ്ണം 52,51,000 പിന്നിട്ടു. മരണം 1,54,000-ത്തിലധികം. കോവിഡ് വ്യാപനം രൂക്ഷമായതോടെ ഇറ്റലിയിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ. വീടിന് പുറത്തിറങ്ങുന്നവർ മാസ്ക് നിർബന്ധമായും ധരിക്കണമെന്ന് നിർദ്ദേശം. ജനസമ്പർക്കം ഒഴിവാക്കാനുള്ള നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കാൻ പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് ചുമതല. 2021 വർഷത്തേക്കുള്ള ബജറ്റിൽ കോവിഡിനെ നേരിടാൻ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ച ഇറ്റലി 39 ബില്യൺ യൂറോയുടെ പാക്കേജാണ് പ്രഖ്യാപിച്ചത്. രാജ്യത്തെ ആരോഗ്യ മേഖല, ചെറുകിട വ്യവസായ സംരംഭങ്ങൾ, സർവകലാശാലകൾ എന്നിവയ്ക്ക് പാക്കേജിന്റെ ഗുണം ലഭിക്കും. സൗദിയിൽ പ്രതിദിന കോവിഡ് മരണനിരക്ക് കുറഞ്ഞു. ഇന്നലെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തത് 16 മരണങ്ങൾ മാത്രം. എന്നാൽ പുതിയ രോഗികളുടെ എണ്ണത്തിൽ വർധന. ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത് 381 പേർ. യുവേഫ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിലെ ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. കോവിഡ് കാരണം മത്സരങ്ങൾ തുടങ്ങുന്നത് 1 മാസം വൈകി. ഇന്നും നാളെയുമായി നടക്കുന്നത് ഗ്രൂപ്പ് ഘട്ടത്തിലെ 16 മത്സരം. യുവന്റസ്, ചെൽസി, PSG, ബാഴ്സലോണ എന്നീ ടീമുകൾ ഇന്ന് കളത്തിലേക്ക്. റയൽ മാഡ്രിഡ്, ലിവർപൂൾ, മാഞ്ചസ്റ്റർ സിറ്റി, അത്ലറ്റിക്കോ മാഡ്രിഡ്, ഇന്റർ മിലാൻ ടീമുകൾ നാളെ കളത്തിൽ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ലീഡ്സ് യുണൈറ്റഡിനെതിരെ വോൾസിന് ജയം. എതിരില്ലാത്ത ഒരു ഗോളിനാണ് വോൾസ് ലീഡ്സിനെ തകർത്തത്. ഗോൾ അടിച്ചത് റൗൾ ഹിമനസ്. ജയത്തോടെ വോൾസ് ലീഗിൽ 6-ാം സ്ഥാനത്ത്. മഹാരാഷ്ട്ര ഗവർണർ ഭഗത് സിംഗ് കോഷിയാരിക്കെതിരെ NCP നേതാവ് ശരത് പവാർ. അല്പമെങ്കിലും ആത്മാഭിമാനമുണ്ടായിരുന്നെങ്കിൽ ഗവർണർ രാജിവെച്ചേനെയെന്ന് പരിഹാസം. ഗവർണറുടെ മതേതരത്വ പരാമർശത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിമർശിച്ചതിന് പിന്നാലെയാണ് ശരത് പവാറിന്റെ പ്രതികരണം. വഡോദര മുംബൈ ഹൈവേയിൽ വെടിവയ്പ്. 5 പേർക്ക് പരിക്കേറ്റു. ബൈക്കിലെത്തിയവർ നാട്ടുകാർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. പണവുമായി ബന്ധപ്പെട്ട തർക്കമാണ് വെടിവയ്പിന് കാരണമെന്നും വിശദമായി അന്വേഷിച്ചു വരികയാണെന്നും പോലീസ്. കശ്മീരിലെ അനന്ത്നാഗിൽ ഭീകരരുടെ ആക്രമണത്തിൽ പോലീസ് ഇൻസ്പെക്ടർ കൊല്ലപ്പെട്ടു. ഭീകരരുടെ വെടിയേറ്റ് മരിച്ചത് ഇൻസ്പെക്ടർ മുഹമ്മദ് അഷ്റഫ്. ഇൻസ്പെക്ടറുടെ വീടിന് സമീപം വെച്ചായിരുന്നു ആക്രമണം. കശ്മീരിലെ ടെലികോം സംവിധാനം അട്ടിമറിക്കാൻ പാകിസ്ഥാൻ ശ്രമമെന്ന റിപ്പോർട്ട്. താഴ്വരയിലേക്ക് നുഴഞ്ഞുകയറുന്ന ഭീകരരെ സഹായിക്കാനാണ് പാകിസ്ഥാന്റെ ഈ ശ്രമമെന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസി. നിയന്ത്രണ രേഖയ്ക്ക് സമീപം മൊബൈൽ ടവറുകൾ സ്ഥാപിക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നു എന്ന് റിപ്പോർട്ടുകൾ. വാർത്തകൾ വേഗത്തിൽ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും സന്ദർശിക്കുക malayalam.news18.com. കൊയ്തിട്ട നെല്ലെടുക്കാൻ ആരും വന്നില്ല. 10-20 ദിവസമായി കൊയ്തിട്ട് ഉണക്കാനും വഴിയില്ല. കാർഷിക മേഖലയ്ക്കല്ലേ മുൻഗണന പറയണേ? എവിടെ മുൻഗണന? റോഡിലും കല്യാണപ്പന്തലിലും പാടത്തും നെല്ല് കൂട്ടിയിട്ട് കർഷകന്റെ കണ്ണീർ നാടിനെ അറിയിച്ച് ന്യൂസ് 18. നടപടി എത്രത്തോളം വൈകുന്നോ അത്രത്തോളം ദുരിതത്തിലാണ് കർഷകർ. കാണേണ്ടവർ കണ്ടു. സപ്ലൈകോയുമായി സഹകരണ സംഘങ്ങൾ എഗ്രിമെന്റ് വെച്ച് തിങ്കളാഴ്ച വയ്ക്കും. ചൊവ്വാഴ്ച മുതൽ സംഭരിക്കാൻ ഏർപ്പെടും. ന്യൂസ് 18 കേരളം എന്നും ജനപക്ഷത്ത്.